ഒരു പെൺകുട്ടി 23 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്തരത്തിൽ പഠിക്കാൻ പോയതിനു ശേഷം ഇങ്ങനെ ഒരു ബന്ധത്തിൽ പെടുന്നു, ഗർഭിണിയാകുന്നു, വീട്ടിൽ താമസിക്കുന്നു. അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം, പോലീസ് പറയുന്നത്. അതെങ്ങനെ പോസിബിൾ ആകുമെന്നൊരു ചിന്ത സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ അറിയാതെ പോകണമെങ്കിൽ എത്രത്തോളം ഡിറ്റാച്ച്ഡ് ആയിരിക്കും, എത്രത്തോളം അറിയാത്ത ഒരു പരസ്പരം അറിയാത്ത അല്ലെങ്കിൽ പരസ്പരം പ്രോപ്പറായ ആശയവിനിമയം ചെയ്യാൻ കഴിയാത്ത ഒരു കുടുംബ സാഹചര്യം അവിടെ ഉണ്ടാകും. അതൊരു പക്ഷേ ഈ റിലേഷൻഷിപ്പിന്റെ പേരിലായിരിക്കുമോ? അങ്ങനെ പല കാര്യങ്ങളിലുണ്ടാകുന്ന സമ്മർദ്ദം ഈ പെൺകുട്ടിയെ ബാധിച്ചിട്ടുണ്ടാകും എന്നതിന് മറ്റൊരു ഉദാഹരണം ആവശ്യമുണ്ടോ? ഇത് നമുക്ക് ആദ്യം മുതലേ തന്നെ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്നു. ഇപ്പോ പോലീസിന്റെ വേർഷൻ എന്ന് പറയുന്നത് അത് ഒരു സർവൈവർ ആണ് ഈ പെൺകുട്ടി എന്നുള്ളതാണ്. അപ്പോ ആലോചിച്ച് നോക്കുമ്പോൾ ഇത്രയും നാള് ആ കുട്ടി കടന്നു പോന്നിട്ടുള്ള ഒരു ട്രോമയാണ് സത്യത്തിൽ ഞാൻ ആദ്യം ആലോചിച്ചത്. കാര്യം ഇത്തരം ഇപ്പൊ നമ്മൾ കുഞ്ഞിന്റെ അവകാശങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും ഇത്തരത്തിലൊരു സംഭവം തനിക്ക് നേരെ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു പ്രോപ്പർ നിയമം അത്രം കണ്ട് വികസിച്ചിട്ടുള്ള ഒരു നാടാണ് ഇന്ത്യ. റേപ്പിനെ സംബന്ധിച്ചിട്ടുള്ളത് നമ്മൾ എത്ര ഒരു അതിജീവിതയ്ക്കൊപ്പം എങ്ങനെ നിലകൊള്ളണം എന്ന് വളരെ കൃത്യമായിട്ട് നിയമം അത്ര സ്ട്രോങ് ആയി നിലകൊള്ളുന്ന ഒരു നാട്. ആ നാട്ടിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് MBA പഠിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ നിയമം തനിക്ക് നൽകുന്ന ശക്തി മനസ്സിലാക്കാനായിട്ട് അത്തരത്തിലെ ആ ഒരു മനസ്സിലാക്കലിന്റെ അന്നും അപ്പുറം ട്രോമ ഉണ്ടായിട്ടുണ്ടെന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് ആരോടെങ്കിലും പറയുക, ഇതൊരു തനിക്ക് നേരെ ഒരു ക്രൈം ഇപ്പോ സർവൈവർ എന്ന നിലയിൽ തന്നെ പോലീസ് വളരെ കൃത്യമായി പറയുമ്പോൾ നമ്മൾ അതിലെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് തന്നെയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു അനീതി തനിക്ക് നേരെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ഫോറത്തിൽ പോയി പരാതിപ്പെടണമെന്നോ ഏതെങ്കിലും തരം സഹായം തനിക്ക് എടുക്കേണ്ടതുണ്ടെന്നോ ചിന്തിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോ അബോർഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ മാരീഡ് വുമൺ എന്ന് പറയുന്ന വളരെ ചുരുങ്ങിയ നിലയിൽ നിന്നുകൊണ്ടിരുന്ന നിയമം ഇന്ന് ഈക്വൽ റൈറ്റ്സ് അൺമാരീഡ് വുമൺ ഉണ്ടെന്നും അതുപോലെ ഇത്തരം അതിജീവിതമാർക്ക് പ്രത്യേകമായിട്ട് തന്നെ പരിരക്ഷ കൊടുക്കുന്ന ഒരു MDP നിയമമുള്ള ഒരു നാട്ടിലെ അത്തരം കാര്യങ്ങളിലെ ഒന്നിലും എത്തിപ്പെടാൻ പറ്റാത്ത വിധം ആ കുട്ടി ഒറ്റപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വീട്ടിൽ പോലും അത് പറയാൻ പറ്റാത്ത വിധം അവളെ ട്രോമ കീഴടക്കിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആദ്യം നമ്മൾ അവളോട് കൂടി മാപ്പ് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം നിയമം ഇത്ര കണ്ട് മുന്നോട്ട് പോകുമ്പോഴും മെഡിക്കൽ അടക്കമുള്ള നിയമങ്ങൾ ഇത്ര കണ്ട് മുന്നോട്ട് പോകുമ്പോഴും വേണ്ട നിയമം വേണ്ട തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുവാൻ മുഴുവൻ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോഴും ആ കുട്ടിയെ സംബന്ധിച്ച് 23 വയസ്സെന്ന് പറയുന്നത് വലിയ ഒരു പ്രായമൊന്നുമല്ല. ആ സമയത്ത് ഒറ്റയ്ക്ക് നിന്ന് ഇത് മുഴുവൻ നേരിട്ടു. ഇത് നേരിട്ടതിന് ശേഷവും ഇത് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത, ഇപ്പൊ പോസ്റ്റ് മോർട്ടം ഡിപ്രഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും കൃത്യമായ മെഡിക്കൽ കെയർ ഒക്കെ എടുക്കുകയും ചെയ്യുന്ന നാടാണ് ഇത്. അത് ചിലപ്പോൾ ഫാമിലിയുടെ അടക്കം സപ്പോർട്ടുള്ള ആളുകളുടെ കാര്യത്തിലാണ്. പക്ഷെ ഇത് ഒറ്റയ്ക്ക് നിന്ന് ഒരാൾ ഇത് നേരിട്ടു എന്നും ഈ ഒരു അവസ്ഥയിൽ എത്തി എന്നും പറയുന്നത് അതിനെ കൂടി ചേർത്തല്ലാതെ നമുക്കിത് കുറ്റവും ശിക്ഷയും എന്ന തരത്തിൽ മാത്രമായിട്ട് കാണരുത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് തോന്നുന്ന ഒരു അഭിപ്രായം. ശരി,